ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡ് ആണ്. കോമൺ സോഴ്സ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കോമൺ സോഴ്സ് ആംപ്ലിഫയർ പഠിച്ചല്ലോ മോസ്ഫെറ്റിന്റെ. അതെങ്ങനെയാ ചെയ്തത്? ഒരു മോസ്ഫെറ്റ് എടുത്തിട്ട് അതിനെ ഒരു കോമൺ സോഴ്സ് കോൺഫിഗറേഷനിൽ യൂസ് ചെയ്തു. കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് ദ മോസ്ഫെറ്റ് ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ചിലപ്പം റെസിസ്റ്റർ വഴിയായിരിക്കും, ഇവിടെ ഒരു റെസിസ്റ്റർ വഴിയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇൻപുട്ട് സൈഡും ഇത് ഔട്ട്പുട്ട് സൈഡും. പിന്നെ ലോഡ് എങ്ങനെയായിരുന്നു വരുന്നത്? ലോഡ് എന്ന് വെച്ചാൽ എന്താ? പുള്ളപ്പ് ചെയ്തേക്കുന്ന ഈ റെസിസ്റ്റർ, ഡ്രെയിനിൽ പുള്ളപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ റെസിസ്റ്റർ, അതെന്തായിരുന്നു? RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലെ. ദാറ്റ് വാസ് പുൾഡ് അപ്പ് ടു VDD. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുത്തു. റൈറ്റ്. ഈ കേസിൽ ഈ RD എന്ന് പറയും, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലോഡ് RDക്ക് പകരം നമ്മൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് കണക്ട് ചെയ്യാൻ പോവാ. ഓക്കെ, ഇവിടെ RD ആയിരുന്നെങ്കിൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്? ID എന്ന് പറയുന്ന കറണ്ട് ആണ്. ഈ ID എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കണമല്ലോ. നമ്മൾ അങ്ങനെയല്ലേ അസ്യൂം ചെയ്തത്? ID വേരിയിങ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ മോസ്ഫെറ്റ് സാച്ചുറേഷൻ റീജിയനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. എന്നാലല്ല അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനാണ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിന് സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഇല്ലെങ്കിൽ λ0 ആയിരിക്കും. λ0 ആണെങ്കിൽ ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് ഇത്. ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ കോൺസ്റ്റന്റ് ഡ്രെയിൻ കറണ്ട് തരുന്ന മറ്റൊരു കോൺഫിഗറേഷൻ ആണ് കോൺസ്റ്റന്റ് കറണ്ട് തരുന്ന മറ്റൊരു കോൺഫിഗറേഷൻ ആണ് കറണ്ട് സോഴ്സ് ലോഡ്. അതായത് ഇവിടെ നമ്മളൊരു കറണ്ട് സോഴ്സ് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മളൊരു കറണ്ട് സോഴ്സ് സർക്യൂട്ട്. ഓക്കെ, കറണ്ട് സോഴ്സ്. വാട്ട് ഈസ് എ കറണ്ട് സോഴ്സ്? Current source is a circuit that gives you a constant current. It is a source that gives you constant current. അപ്പം നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ആണ് ID ഫ്ലോ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തിരുന്നു. ആ അസംഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെസിസ്റ്ററിന് പകരം ഒരു കറണ്ട് സോഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കറണ്ട് സോഴ്സ് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. ആദ്യം കറണ്ട് സോഴ്സ് എന്താന്ന് ഇപ്പൊ പറഞ്ഞു. കറണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് സോഴ്സസ് എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് കറണ്ട്. ഈ കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെറുതെ ഒരു NMOS അല്ലെങ്കിൽ PMOSനെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഒരു NMOSോ ഒരു PMOSോ എടുത്താൽ അത് കോൺസ്റ്റന്റ് കറണ്ട് തരണമെങ്കിൽ അത് ഏത് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്? സാച്ചുറേഷൻ മോഡ്. ലെറ്റ് മീ റിമൈൻഡ് യു. NMOSനെ നമുക്ക് NMOSന്റെ കണ്ടീഷൻ കേസ് എടുത്തിട്ട് പറയാവേ. NMOSന്റെ കേസിൽ എനിക്ക് വേണ്ടത് എന്താണ്? കോൺസ്റ്റന്റ് കറണ്ട്. കോൺസ്റ്റന്റ് കറണ്ട് എന്ന് വെച്ചാൽ ഒരു ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരച്ചാൽ ഇതാണ് കറണ്ട്. ഓക്കെ, ഡ്രെയിൻ ക്യാര വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ID കോൺസ്റ്റന്റ്, മാക്സിമം ഡ്രെയിൻ കറണ്ട് ആണ്. ID ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂ ഫോർ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് VGS. ലെറ്റ്സ് കോൾ ഇറ്റ് VGS1 അല്ലെ. ഇത് ഏത് മോഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കോൺസ്റ്റന്റ് കിട്ടുന്നത്? ID ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടുന്നത് സാച്ചുറേഷൻ മോഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കോൺസ്റ്റന്റ് കറണ്ട് കിട്ടുന്നത്. ശരിയല്ലേ? ഞാൻ VGS മാറ്റിക്കഴിഞ്ഞാൽ ഈ ഡ്രെയിൻ ക്യാരയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരും അല്ലെ. VGS മാറ്റിക്കഴിഞ്ഞാൽ if I change the value of VGS, the drain current will also change. The drain cara will change and therefore here what I will get is a different value of drain current. In other words, the drain current will change. The drain current will change. Changes when VGS changes. Are you getting that? അതുകൊണ്ട് നമുക്ക് ഒരു NMOSനെ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ചെയ്യിപ്പിക്കണമെങ്കിൽ വാട്ട് ഷുഡ് യു ഡു? VGS ചേഞ്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ്. സോ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് VGS കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ NMOS can work as a current source. By definition, NMOS can work as a current source. Okay. So you have 2 points here. The NMOS should work in saturation region
as well as maintain a constant value of VGS. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ NMOSനെ കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. The same goes for PMOS also. I will not elaborate on that, but the same logic goes for PMOS also. For it to work as current source, it should be in saturation region and VGS should be a constant. Very simple. So I've summarized it here. NMOS or PMOS can be used as a current source. It has to work in saturation mode and VGS should be a constant. Okay. അത് അങ്ങനെയാണെങ്കിൽ ഒരു NMOSും PMOSും കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കോൺഫിഗറേഷൻസ് ആണ് ഫസ്റ്റും സെക്കൻഡും കോൺഫിഗറേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്ത് ഒരു സർക്കിൾ വിത്ത് ആൻ ആരോ ഷോസ് ദ കറണ്ട് സോഴ്സ്. ഇവിടെയും സർക്കിൾ വിത്ത് ആൻ ആരോ ഷോസ് എ കറണ്ട് സോഴ്സ്. അപ്പം ഈ രണ്ട് കേസിലും ഇറ്റ് വിൽ വർക്ക് ആസ് എ കറണ്ട് സോഴ്സ്. നമുക്കതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അതായത് ഈ കേസിൽ എടുത്തിരിക്കുന്നത് ഒരു NMOS ആണ്. ഫസ്റ്റ് കേസിൽ എടുത്തിരിക്കുന്നത് NMOS ആണ്. NMOSന്റെ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഗേറ്റ് ആണ്. ഡ്രെയിൻ ഏതാണ്, സോഴ്സ് ഏതാണ്? ഇതാണോ ഡ്രെയിൻ, ഇതാണോ ഡ്രെയിൻ, ഇതാണോ സോഴ്സ്, ഇതാണോ സോഴ്സ്? ഒരു റൂൾ ഓഫ് തമ്പ് എന്താന്ന് വെച്ചാൽ always in case of NMOS, okay, it's a very simple point but it will help you a lot when you look at a NMOS circuit അല്ലെങ്കിൽ ഒരു CMOS, രണ്ടും NMOSും PMOSും ഉള്ള ഒരു സർക്യൂട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ആവുന്ന ഒരു പോയിന്റ് ആണ്. അതായത് എപ്പോഴും NMOS എടുക്കുമ്പോഴത്തേക്ക് ഇത് ഗേറ്റ് ആയിരിക്കും നമുക്കറിയാം. the lower potential terminal is regarded as the source and the higher potential is regarded as the drain. Okay, NMOSന്റെ കേസിൽ the lower potential is regarded as the source and the higher potential is regarded as the drain. PMOSന്റെ കേസ് വരുമ്പോഴത്തേക്ക് PMOS is bubbled here. Okay, this is another way of representing the PMOS, bubble here and the same symbol. Okay, PMOSന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് obviously once again this is the gate. Which one is source and which one is drain? Always ഇതൊരു VDD ആണെങ്കിൽ the higher potential will be the source and the lower potential will be the drain. Source will always be at higher. The terminal that is connected to the higher potential is regarded as the source. Okay, ഞാൻ ഈ regarded as the source, regarded as the drain എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മളൊരു മോസ്ഫെറ്റിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ, ഞാനിപ്പോൾ NMOSന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുവാണേ, അത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? നമുക്ക് ഓൾറെഡി ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഇത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. കറക്റ്റ്? ഇതിലിപ്പം ഇത് ഡ്രെയിൻ അല്ല, ഇത് സോഴ്സ്, ഇത് ഗേറ്റ്. നിങ്ങളിത് ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് ഈ ഡ്രെയിനും സോഴ്സും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഫിസിക്കലി ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ drain and source, and the truth or the fact is that you can actually use this interchangeably. ഇത് ഡ്രെയിനും ഇത് സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യാറില്ലെങ്കിലും മോസ്ഫെറ്റിന് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് or generally speaking actually you can use source and drain interchangeably because physically both of them are manufactured exactly same dimension, same doping, etc. Okay, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞത് NMOSന്റെ കേസിൽ ലോവർ പൊട്ടൻഷ്യൽ ഇസ് റിഗാർഡഡ് ആസ് ദ സോഴ്സ് ആൻഡ് PMOSന്റെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഇസ് റിഗാർഡഡ് ആസ് ദ സോഴ്സ് എന്ന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോഴാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പോകുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. വൺസ് അഗെയിൻ ഫസ്റ്റ് കോൺഫിഗറേഷൻ എടുത്താട്ടെ, അതായത് ഈ ഒരു കോൺഫിഗറേഷൻ എടുക്കുക. ഓക്കെ, ഇതിനകത്ത് ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏതായിരിക്കും സോഴ്സ്? ലോവർ പൊട്ടൻഷ്യൽ ഉള്ളതാണ് സോഴ്സ്, NMOS ആയതുകൊണ്ട്. സിൻസ് ഇറ്റ് ഇസ് എൻ NMOS, ലോവർ പൊട്ടൻഷ്യൽ ആണ് സോഴ്സ്. അപ്പോൾ ഇതാണ് സോഴ്സ്, ഇതാണ് ഡ്രെയിൻ. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ NMOS ഉപയോഗിക്കാമെന്നാണ്. രണ്ടാമത്തെ കണ്ടീഷൻ സാച്ചുറേഷൻ മോഡിലായിരിക്കണം എന്നാണ്. സാച്ചുറേഷൻ മോഡിലാവണമെങ്കിൽ ദാറ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ വാല്യൂ ഓഫ് ഗേറ്റ് വോൾട്ടേജ്. ഗേറ്റ് വോൾട്ടേജ് ആണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ യു അപ്ലൈ VB such that it is in saturation region. VB എന്ന് ഉദ്ദേശിക്കുന്ന ബയസ് വോൾട്ടേജ്. B stands for bias voltage. Okay, bias voltage that is applied at the gate. That should be such that the MOSFET is in saturation mode. Okay, അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പോയിന്റ് എന്താണ്? VGS കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന്. ഇതാണ് നമ്മുടെ VGS അല്ലെ? ഇതാണ് നമ്മുടെ VGS. ദിസ് ഇസ് അവർ സോഴ്സ്. ഓക്കെ, ഈ VGS കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? യു ജസ്റ്റ് ഹാവ് ടു അപ്ലൈ a constant bias voltage. Source is always constant. It is quite obvious, isn't it? Source is always constant. It is connected to the ground. Therefore,
You just have to apply a fixed value of bias voltage and you're good to go. Okay, what do I mean by that? If VGS is constant, obviously ID will become constant and therefore it can be used as a current source. Okay, mission achieved. Is that right? You have used an NMOS, you have biased it, giving a bias voltage VB so that it is in saturation mode. Once that is set, you ensure that VGS is constant. In this configuration, it is easy to ensure that VGS is constant. Why? Because the bias voltage that you apply, you just have to make it constant. Source is already fixed. Therefore, it is easy to make this, or it is possible to make this NMOS work as a current source. Mission achieved. The same goes for PMOS. When you take the PMOS, this is the gate, okay? The higher potential is the source, meaning idana source. Lower potential is the drain, idana drain. Okay? അപ്പോൾ നമ്മൾ once again VGS പറയുകയാണെങ്കിൽ ഇതാണ് VGS. നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി നോക്കാം. PMOS ഉപയോഗിച്ചു, സാച്ചുറേഷൻ മോഡിലാവാൻ വേണ്ടി ബയസ് വോൾട്ടേജ് അതിനനുസരിച്ച് അപ്ലൈ ചെയ്തു. Then it has to have a constant VGS. In this case, you just have to apply a constant bias voltage. The source gate voltage is already fixed. Therefore, VGS is equal to VB minus VS. VS നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു. VS എന്ന് പറയുന്നത് VDD ആണ്, it's already fixed. Therefore, VGS will be constant. And hence, if VGS is constant, the current that it produces will also be constant. Hence, this PMOS can also be used as a current source. Done. This is also successfully used as a current source load. Next two cases, you just have to look at this one point, that is VGS is constant. അത് ഇവിടെ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിവിടെ ബയസ് വോൾട്ടേജ് ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇത് PMOS ആണ് ഈ കാണിച്ചേക്കുന്നത്. C is PMOS. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഏതാണ്? സോഴ്സ് ആണ്. ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും, ബിക്കോസ് ദിസ് ഇസ് ഗ്രൗണ്ട് എനിവേ. ഇതിനെക്കാട്ടിൽ എന്തായാലും കൂടുതലായിരിക്കുമല്ലോ മറ്റേത്. ഈ VGS കോൺസ്റ്റന്റ് ആക്കി വെക്കണമെങ്കിൽ VYയിൽ ഡിപ്പെൻഡ് ചെയ്യും. VY കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്ന് പറയുന്നത് it is not done automatically. It is difficult to maintain VY as constant. Therefore, it may or may not be constant. Therefore, this cannot be used as a current source. This cannot be safely used as a current source. The same goes for the NMOS in this case also. Okay. അതായത് ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എവിടെ ഏതാണ് സോഴ്സ്? ഇതാണ് സോഴ്സ്, ലോവർ പൊട്ടൻഷ്യൽ. പക്ഷെ ഈ VGS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണോ? നിർബന്ധമില്ല. കാരണം സോഴ്സ് ഫിക്സ്ഡ് അല്ല, നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, സോഴ്സ് ഇസ് നോട്ട് ഫിക്സ്ഡ്. അപ്പൊ ഇത് കറന്റ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നോട്ട് നെസസറിലി, നോട്ട് അറ്റ് ഓൾ ആക്ച്വലി. Therefore, ഈ രണ്ട് ടോപ്പോളജീസും പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പൊ കറന്റ് സോഴ്സ് ലോഡായിട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പോസിബിളി ഇത്, രണ്ടാമത്തേത് പോസിബിളി ഇത്. PMOS pulled up to VDD and NMOS pulled down to ground. ഈ രണ്ട് കേസും നമുക്ക് ഒരു കറന്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കറന്റ് സോഴ്സ്. Got it? So that's what I wanted to say before starting off on our actual topic, that is the common source stage with current source load. We have understood everything that we need in order to know what a current source load is. Okay, so let's move on.